ദേശീയ തലത്തിലൊരു വലിയ വിശാല മതേതര സഖ്യം വേണമെന്ന് കോൺഗ്രസും പറയുന്നുണ്ട്, മറുഭാഗത്ത് CPM പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബംഗാളിൽ കോൺഗ്രസും CPM കൂടെ യോജിക്കാനുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന പാർട്ടിയാണ് BJP. സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലാണ് ആ രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടിയെ പരാജയപ്പെടുത്താൻ പ്രാദേശികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് കേന്ദ്രത്തിൽ ഒരു ഉറപ്പുള്ള ഒരു മതേതര ഗവൺമെൻറ് ഉണ്ടാക്കുക. അതിനാരെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ ഇടതുപക്ഷം ഉൾപ്പെടെ ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. ആ സമയത്താണ് ഇവിടെ കൊലപാതകമൊക്കെ നടത്തിയിട്ട് ഏതാണ്ട് മോഡിയും പിണറായിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് ഇവിടെ തർക്കിക്കാം നമുക്ക്, പക്ഷേ ഇവിടെ നമ്മൾ പരസ്പരം കൊല്ലുന്ന രാഷ്ട്രീയം ഒരിക്കലും ശരിയല്ല. ബംഗാളിൽ കൂട്ടുകെട്ടുണ്ടായ തെറ്റില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം? ബംഗാളിലത്തെ ഒരവസ്ഥയിൽ അങ്ങനൊരു സഖ്യത്തിലേക്ക് അവിടെ എന്നാൽ ഇപ്പോഴും ആയിട്ടില്ല, ചർച്ചകളൊന്നും ആയിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മമതാ ബാനർജി ആൻറ്റി BJP സ്റ്റാൻഡൊക്കെയാണ് എടുക്കുന്നതെങ്കിലും അവിടെ വന്ന് കോൺഗ്രസിന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവരവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ മമതാ ബാനർജി കോൺഗ്രസ് നേതൃത്വമായിട്ട് തെറ്റില്ലാത്ത ബന്ധമാണ്. അത് തെറ്റില്ലാത്ത ബന്ധം തന്നെയാണ്. പക്ഷേ ബംഗാളിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ചില കളികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് വിജിലൻ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM-ആയിട്ട് ധാരണ ആവുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രാദേശിക ഘടകത്തിന് അവിടെ പിന്തുണ കൊടുത്തിട്ടുള്ളത്. എൻ്റെ കാരണം നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തോ, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നോ, അതല്ല CPM ഉൾപ്പെടെയുള്ളവരായിട്ട് സീറ്റ് ധാരണ, അങ്ങനെയാണ് സീറ്റ് ധാരണയാണെങ്കിൽ അതുപോലെ സ്വീകരിച്ചോ എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ദേശീയ നേതൃത്വം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബംഗാളിലെ CPM ആണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 35 വർഷത്തെ ദുർഭരണത്തിൻ്റെ ഫലമായിട്ട് അവരും ഏതാണ്ട് തകർന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തുല്യ ദുഃഖിതർ തമ്മിലുള്ളൊരു ഉണ്ടാവുമല്ലോ, ആ ഒരു ബന്ധത്തിനപ്പുറമൊന്നുമില്ല.